ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഒരു ബയോ ഇങ്ക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് ത്രിമാന ബയോ പ്രിന്റിംഗ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ സജീവമായ കോശ സംയുക്തത്തെ സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ പേറ്റന്റ് ലഭിച്ച ബയോ ഇങ്ക് സംയുക്തമാണ്. രാസമാറ്റം വരുത്തിയ ജെലാറ്റിൻ അഥവാ ജെൽമ ആണ് ഈ ബയോ ഇങ്കിലെ പ്രധാന ഘടകം. ജെൽമ ഉപയോഗിച്ച് ത്രിമാന പ്രിന്റിങ്ങിന് ശേഷം ഉണ്ടാകുന്ന കലകളെ അൾട്രാവയലറ്റ് രശ്മികളുടെ സഹായത്താൽ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. ഈ നിർണായക ഘട്ടം കൃത്രിമ കലകളിലെ കോശങ്ങളുടെ പ്രയോജനക്ഷമതയെ പ്രതികൂലമായി ബാധിക്കാം. സ്ഥിരപ്പെടുത്തലിനെ നിലനിർത്തുമ്പോൾ തന്നെ അൾട്രാവയലറ്റ് രശ്മികളുടെ അമിതമായ സമ്പർക്കത്തിൽ നിന്ന് കോശങ്ങളെ സംരക്ഷിക്കുന്ന ജെൽമയും ചേരുവകളും അടങ്ങിയ ഒരു പുതിയ സംയുക്തമാണ് ഈ ഉൽപ്പന്നം. ഈ ബയോ ഇങ്ക് ജലമാധ്യമത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്ന ഉണങ്ങിയ അടരുകളുടെ രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വിവിധ പരീക്ഷണങ്ങളിലൂടെ ബയോ ഇങ്കിനെ ത്രിമാന ബയോ പ്രിന്റിങ്ങിനായി വിലയിരുത്തിയിട്ടുണ്ട്. കരൽ പോലെയുള്ള സങ്കീർണ പ്രവർത്തനങ്ങൾ ഉള്ള കലകൾ സൃഷ്ടിക്കാമെന്ന് വിജയകരമായി പരീക്ഷിച്ചു. എളുപ്പത്തിൽ ലയിക്കുന്നതും കോശ സൗഹൃദവും അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നുള്ള സംരക്ഷണവും മാറ്റം വരുത്താവുന്ന ദ്രവ്യതയും അന്തരീക്ഷ ഊഷ്മാവിൽ പ്രിന്റ് ചെയ്യാവുന്നതും ജൈവ വിഘടനവും രാസാഗ്നിയിൽ ദഹിപ്പിക്കാവുന്നതും ഈ ഉൽപ്പന്നത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്. സംഘാടകർ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലെ വിശദാംശങ്ങളിലേക്ക് ഡെവലപ്മെന്റിനെ പറ്റി അറിയുന്നതും അതിനുശേഷം നമ്മൾ ഈ ബയോ ഇങ്ക് നമ്മൾക്ക് അതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾക്ക് മനസ്സിലായി. എന്തായാലും കാരണം നമ്മളുടെ ബയോ E3 പോളിസി ഇപ്പോൾ ഉണ്ട്. ശ്രീ പ്രധാനമന്ത്രി നമ്മളോട് നമുക്ക് ഈ വർഷം ബയോ E3 പോളിസി നമ്മൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇൻഡിജിനസ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ കൂടുതൽ ഉന്നമനം ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും അകത്തെ അതായത് ലോക്കൽ പ്രൊഡക്ഷൻ അതെപ്പോഴും നമുക്ക് കുറച്ച് സസ്റ്റൈനബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതാണ്. നമുക്കൊരു സുസ്ഥിരമായ ഒരു ഡെവലപ്മെൻറ്റ്, തൊഴിലില്ലായ്മ കുറച്ച് സുസ്ഥിരമായ ഒരു ഡെവലപ്മെൻറ്റ്, അതേമാതിരി തന്നെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച്, കാർബൺ ഫുട് പ്രിൻറ്റ് കുറച്ച്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഇൻഡിജിനസ് ബയോ ഇങ്ക് ആണ്. നമ്മൾ വളരെ സന്തോഷമാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഈ ഒരു ടെക്നോളജി ഏറ്റെടുത്ത് MOU സൈൻ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ അത് കൊമേഴ്ഷ്യലി നമ്മൾ അത് വി ആർ റിലീസിങ് ടുഡേ, ലോഞ്ചിങ് ടുഡേ. അത് വളരെ സന്തോഷമുള്ള നിമിഷമാണ്. സോ ഇതിന് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിൽ ഫ്യൂച്ചർ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും സാറും മാമും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ടിഷ്യൂ റീജനറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് പുതിയ സാങ്കേതിക മേഖലയിലേക്ക് കടക്കുമ്പോൾ ഇത് വളരെയധികം ആവശ്യമാണ്. വാട്ട് ഇഫ് ഇന്ത്യ ക്യാൻ ലീഡ് ദ വേ ഫോർ ഓർഗൻ ക്രിയേഷൻ. അതാണ് നമ്മളുടെ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് ഏറ്റവും ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയെങ്കിൽ, നമ്മുടെ ബയോ ഇങ്കിന് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയെ പറ്റി. ഇതിന് പാരലലി തന്നെ നമ്മൾക്ക് റിലേറ്റഡ് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. സയദ് ചിത്ര ജെൽമ UVS ബയോ ഇങ്ക് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് ലോഞ്ച് ഫ്രം ദിസ് പ്രൊഡക്റ്റ് ലൈൻ. അതാണ് കാര്യം. താങ്ക് യു. Products are ready. Already ഇന്ന് വൈകുന്നേരം 4:30 ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് പ്രൊഡക്ട്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഷാഹിദ് ഇഫക്റ്റിന്റെ നന്ദി, നമസ്കാരം.